താങ്കള് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ലോ ആൻഡ് ഓർഡറിന് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ അക്രമ രാഷ്ട്രീയം കുത്തി വാഴുന്ന കാലഘട്ടത്തിൽ DGP തന്നെ ഒരു SI-നെ നേരിട്ട് വിളിച്ചു വരുത്തി, VS ശാസ്ത്രി. അത് താങ്കള് അങ്ങനെ ഈ ലോ ആൻഡ് ഓർഡറിൽ പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? അത് ഈ ചെറുപ്പം മുതൽ ഈ അയോധന കലയൊക്കെ പഠിച്ചതുകൊണ്ട്. എന്തൊക്കെ കലകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? കരാട്ടെ, അതുപോലെ കളരി, പിന്നെ കുറച്ചു കാലം കുൻഫുണ്ട്, കളരിയുണ്ട്, കരാട്ടെ. 15 വർഷത്തോളം മാറിയിരിക്കണോ? ഞാൻ വേണ്ട, 15 വർഷത്തോളം. നമുക്ക് ഈ ഇല്ല, നമ്മൾ ഈ അയോധന കല പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു സമാധാനകാംക്ഷയായിരിക്കും. നമ്മൾ എടുത്ത് ചാടുകയില്ല. ഒരാളെ കിട്ടി ഒരു പ്രതിയെ കൊണ്ടുപോകണം, ഈസി ആയിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് കയറ്റിയിട്ടാ മതി. കൈ ഇതാ കാണിച്ചതാ, ഇതേണ്ട, ഇത് ലോക്കാണ്. ഏതൊരാളും ഇങ്ങനെ വരും, കിട്ടില്ല. അങ്ങനെ കുറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ക്ഷമയുണ്ടാവും. അയോധന കല പഠിക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല ക്ഷമാശീലം നമുക്കുണ്ടാവും. പിന്നെ കളരി പഠിച്ചു വെച്ചാൽ 15 വർഷത്തോളം കളരി പഠിച്ചു. അത് 3 ഗുരുക്കന്മാരുടെ അണ്ടറിൽ പഠിച്ചു. ഒരാളുടെ നിന്ന് മാത്രമല്ല, ഒരാളുടെ നിന്ന് കിട്ടാത്തത് നമ്മൾ അപ്പുറത്ത്. വയസ്സിൽ കായിക രംഗത്തേക്ക് ഇറങ്ങി? ഏകദേശം 8 വയസ്സിൽ സ്പോർട്സ് രംഗത്ത് വന്നു. 10 വയസ്സിൽ കളരി പഠിക്കാൻ പോയി. പിന്നെ ഒരു 18 വയസ്സായപ്പോ കരാട്ടെ. സർവീസിൽ കയറി? സർവീസിൽ 22 വയസ്സിൽ. 32 വർഷത്തെ സർവീസിൽ എന്തായിട്ടാണ് കയറുന്നത്? കോൺസ്റ്റബിൾ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് പടിപടിയായിട്ട് പ്രൊമോഷൻ. പരിശീലകന്റെ റോളിലേക്ക് എപ്പോഴും എത്തുന്നത്? പരിശീലകന്റെ റോള് ഒരു 88 കാലഘട്ടം. അതെങ്ങനെ വന്നുപെടുന്നത്? സാധാരണ ഒരു സേനയില് കയറുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പരിശീലകന്റെ റോളിലേക്ക് കടന്നു. നമ്മുടെ ബറ്റാലിയൻ KAB ബറ്റാലിയനാണ് ഞാൻ ആദ്യം കയറുന്നത്. അപ്പോൾ ബറ്റാലിയനിലേക്ക് കയറി കഴിഞ്ഞ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രൊമോഷൻ സാധ്യത വരും. പ്രൊമോഷൻ നമ്മൾ എഴുത്ത് പരീക്ഷയുണ്ട്, ഗ്രൗണ്ടിലെ ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായി കഴിയുമ്പോഴേ നമുക്കൊരു കേഡർ കോഴ്സ് തരും. അതാണ് നമ്മൾ ഇൻസ്ട്രക്ടർ കോഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രക്ടർ കോഴ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും നമ്മളത് പാസ്സാവുകയും ചെയ്ത് നമുക്ക് താല്പര്യം, ഇൻസ്ട്രക്ടറായിട്ട് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ചാൻസ് KAP-യിലുണ്ട്. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് ട്രെയിനിങ് കൊടുത്തപ്പോൾ ട്രെയിനിങ്ങിനോടൊരു താല്പര്യം തോന്നി, നല്ല കാര്യമാണെന്ന് തോന്നി. കാരണം പലതിനെക്കുറിച്ചും പഠിക്കാനും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 95-ൽ AK-47 കോഴ്സിന് CRP പോയി ചെയ്തു. അതിനുശേഷം പോലീസ് ട്രെയിനിങ് കോളേജിൽ എക്സ്പ്ലോസീവിന്റെ കോഴ്സ് കിട്ടി. മാപ്പ് റീഡിങ്ങിന്റെ മാപ്പ് റീഡിംഗ് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് എങ്ങനെ പോകാം. നമുക്ക് സൂര്യൻ എപ്പോഴും കിഴക്കാണ്. അപ്പം ഞാൻ സൂര്യനാണെങ്കിൽ, ഞാനിപ്പോൾ സൂര്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ കിഴക്കാണ് ലക്ഷ്യം. എൻ്റെ വലതുവശം വടക്കാണ്, ഇടതുവശം തെക്കാണ്, മുമ്പിൽ പടിഞ്ഞാറാണ്. അപ്പൊ ഇത് നമുക്ക് സൂര്യൻ ഉണ്ടെങ്കിലല്ലേ അറിയുള്ളൂ. സൂര്യൻ ഇല്ലാതെ നമുക്ക് ദിക്ക് മനസ്സിലാക്കണമെങ്കിൽ മാപ്പ് റീഡിംഗ് പഠിക്കണം. ദിശ അറിയാതെ, ദിക്ക് അറിയാതെ ഒരു സൈനികന് മൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പരിജ്ഞാനം ഒരു സൈനികന് വേണം. അത് ഇൻസ്ട്രക്ടർമാരായിട്ടുള്ള കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. മാപ്പ് റീഡിംഗ് നമ്മളിപ്പോ കോമ്പാസ് ഒക്കെ ഉപയോഗിച്ചില്ല, വടക്ക് നോക്കി യന്ത്രം അതൊക്കെ വെച്ച് പഠിപ്പിക്കും. പിന്നെ മാപ്പ് ഉണ്ടാവും, ഓരോ സ്ഥലത്തിന്റെ മാപ്പ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ കേരളത്തിനെ കുറിച്ച് താങ്കളുടെ മനസ്സിലൊരു ചിത്രമുണ്ട്. ഏതൊക്കെയാണ് എവിടെയൊക്കെ സ്ഥലങ്ങൾ ഉള്ളതെന്നുള്ളത്.